ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്നേഹേ, ഈ കേട്ട സത്യമാണോ? എന്തൊരു നാണക്കേടത്! നിനക്കിതിന്റെ വല്ല കാര്യമുണ്ടോ? നാട്ടുകാരറിഞ്ഞ എന്തു പറയും? ഇതൊക്കെ അച്ഛനറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ നിനക്കറിയോ? നാട്ടുകാരറിയുന്നത് പോട്ടെ, ധനുഷിനോട് നീ ചെയ്തത് ശരിയാണോ? അടിച്ചു ശരിയാക്കാണ് വേണ്ടത്. എന്റെ ദൈവമേ, ചതിച്ചു. സ്നേഹി ഇവരെല്ലാരും കൂടി ഇന്ന് കൊല്ലും. ഞാൻ കാരണം ആ പാവ എന്തൊക്കെ നാണക്കേടാ കേൾക്കേണ്ടി വരുന്നത്. എല്ലാ കാര്യവും ഞാൻ വിശദമായിട്ട് പറയാം. എന്നിട്ട് ഇവൾക്കൊരു ശിക്ഷ നിങ്ങൾ തന്നെ വിധിച്ചാൽ മതി. ധനുഷ് പറഞ്ഞതൊക്കെ സത്യം. ഒരു പയ്യനുമായിട്ട് ഇവക്ക് പ്രേമമുണ്ട്. ഇടയ്ക്കിടെ ധനുഷ് ഉറങ്ങിക്കഴിയുമ്പോ രാത്രി ഇവളെ പയ്യനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു. ഒരു ഭർത്താവെന്ന നിലയിൽ ധനുഷിന് ഇതെങ്ങനെ സഹിക്കാൻ കഴിയാം? അതുകൊണ്ട് സ്നേഹയോടൊപ്പം ഇനി ജീവിക്കാൻ പറ്റില്ലെന്നാ ധനുഷ് പറയുന്നത്. എന്റെ ഈശ്വര, ചതിച്ചു. ആ പാവത്തിന് പണി കിട്ടി. ധനുഷേട്ടൻ കയ്യോടെ പിടിച്ചു. ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? ഡിവോഴ്സ് വേണമെന്നാ ധനുഷിന്റെ അഭിപ്രായം. ഇന്നലെ രാത്രി ആ പയ്യൻ സ്നേഹയോട് ഫോണിൽ കൂടി ഉമ്മ ചോദിച്ചപ്പോഴാ ധനുഷ് ഇക്കാര്യമൊക്കെ അറിയുന്നത്. ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? എനിക്കിനി ഇവളോട് ജീവിക്കാൻ പറ്റില്ല. മറ്റൊരാളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് വേണ്ട. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ ഇനി ഇവളെ ഭാര്യയായിട്ട് കൊണ്ടു നടക്കോ? ധനുഷ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഇനി എന്നോടൊന്നും പറയണ്ട. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവരുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എനിക്ക് സത്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. സ്നേഹ, ഇങ്ങനെയൊന്നുമല്ല നിന്നെക്കുറിച്ച് ഞാൻ വിചാരിച്ചത്. ഇത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് നിന്നെ ഞാൻ സ്നേഹിച്ചിട്ട് നീ എന്നെ ചതിച്ചല്ലോ. സത്യം പറയടി, ഈ കേട്ടതൊക്കെ നേരാണോ?